അപ്പോൾ ഡൈസ്. ഈ സിനിമയുടെ സംവിധായകൻ്റെ പേര് രാഹുൽ സദാശിവൻ. ആ ഒരൊറ്റ പേര് മതി ഈ സിനിമ കാണാൻ. പുള്ളിയുടെ തന്നെ പുറത്തിറങ്ങിയ ഭൂതകാലം, ബ്രഹ്മയുഗം, റെഡ് റെയിൻ, ആ സിനിമകളൊക്കെ ഏതാ ലെവലെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏതൊരു ഹൊറർ പടത്തിനും അടിസ്ഥാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ സൗണ്ട് മിക്സിങ്ങും അതിൻ്റെ ഡ്യൂറേഷനുമാണ്. ഈ സിനിമയിൽ അത് രണ്ടും നല്ല ബാലൻസിൽ തന്നെ പോയിട്ടുണ്ട്. പണ്ടത്തെ ഹൊറർ പടത്തിൽ കാണുന്നത് പോലെ സ്പൂണും പ്ലേറ്റും അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഗിമ്മിക്സുകളൊന്നും ഈ പടത്തിലില്ല. അതൊരു പോസിറ്റീവായിട്ട് തന്നെ തോന്നി. എനിക്ക് ഈ സിനിമയിൽ ആകെ തോന്നിയൊരു പോരായ്മ, ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നായകൻ ഇതിലെ പ്രേതത്തെ ഡയറക്റ്റായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രേതം തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന വസ്തുതയാണ്. ഒരാളെ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് വലിച്ചിട്ട് കൊല്ലാൻ വരെ ഹെൽപ്പുള്ളൊരു പ്രേതം തിരിച്ച് നായകനെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ചിലപ്പോൾ ഡ്യൂറേഷൻ കൂട്ടണ്ട എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കും. എന്തുമാകട്ടെ, പക്ഷേ നിങ്ങൾക്ക് കൂട്ടമായിട്ടോ ഒറ്റയ്ക്കിരുന്നോ കണ്ട് പേടിക്കാനുള്ള വകയൊക്കെ ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.